ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ആത്മമിത്രം ബ്രദർ ആൻഡ് ഡോക്ടർ മീഡിയയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ ഡെയിലി ഡിവോഷനിലേക്ക് നമുക്ക് 129 സങ്കീർത്തനം വായിക്കാം. അതിൻ്റെ ആദ്യത്തെ 5 വാക്യങ്ങൾ വായിക്കുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. 129 സങ്കീർത്തനം 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ. ഇസ്രായേൽ ഇപ്പോൾ ഇങ്ങനെ പറയട്ടെ, അവർ എൻ്റെ ചെറുപ്പം മുതൽ പലവട്ടം എന്നെ ഉപദ്രവിച്ചു. അവർ എൻ്റെ ചെറുപ്പം മുതൽ പലവട്ടം എന്നെ ഉപദ്രവിച്ചു, എങ്കിലും അവർ എനിക്കെതിരെ വിജയം നേടിയില്ല. ഉഴവുകാർ എൻ്റെ മുതുകിന്മേൽ ഉഴുതു, ഉഴവുചാലുകൾ അവർ നീളത്തിൽ കീറി. യഹോവ നീതിമാനാകുന്നു, അവിടുന്ന് ദുഷ്ടന്മാരുടെ കയറുകളെ അറുത്തു കളഞ്ഞിരിക്കുന്നു. സിയോനെ ദ്വേഷിക്കുന്നവരൊക്കെയും ലജ്ജിച്ച് പിന്തിരിഞ്ഞു പോകട്ടെ. വളരെ മനോഹരമായ ഒരു ആരോഹണ ഗീതമാകുന്നു. ഇവിടെയും നമ്മൾ 124 സങ്കീർത്തനത്തിൽ കാണുന്ന പോലെ ഇസ്രായേൽ ഇങ്ങനെ പറയട്ടെ, യഹോവ നമ്മുടെ പക്ഷത്തില്ലായിരുന്നുവെങ്കിൽ. അതുപോലെ ഇവിടെ വേറൊരു രീതിയിലാണ് പറയുന്നത്, ഇസ്രായേൽ ഇപ്പോൾ ഇങ്ങനെ പറയട്ടെ, അവർ എൻ്റെ ചെറുപ്പം മുതൽ പലവട്ടം എന്നെ ഉപദ്രവിച്ചു. അവർ എൻ്റെ ചെറുപ്പം മുതൽ പലവട്ടം എന്നെ ഉപദ്രവിച്ചു, എങ്കിലും അവർ എനിക്കെതിരെ വിജയം നേടിയില്ല. ഇസ്രായേൽ മക്കൾ ഇങ്ങനെ പറയണം. എങ്ങനെ പറയണം? ശത്രുക്കൾ ചെറുപ്പം മുതലേ പലവട്ടം പല ആവർത്തി എന്നെ ഉപദ്രവിച്ചു, എങ്കിലും അവർ എനിക്കെതിരെ വിജയം നേടിയില്ല. ഇസ്രായേലിൻ്റെ ശത്രുക്കളെ കുറിച്ച് നമുക്ക് നോക്കുകയാണെങ്കിൽ അനേക രാജ്യങ്ങൾ ഇസ്രായേലിനെതിരെ അവർ ഇസ്രായേലിനെ പിടിച്ചടക്കുന്നതിന് വേണ്ടി കടന്നു വന്നു. അവർ മിസ്രൈം ദേശത്ത് നിന്ന് പുറപ്പെട്ട് കനാൻ ദേശത്തേക്ക് കടന്നു വരുന്നത് വരെ അനേക ആൾക്കാർ, മിസ്രൈം ദേശത്തിലെ ആൾക്കാർ, ഫറോൻ രാജാവും രാജാവിൻ്റെ കൂട്ടാളികളും അവർക്കെതിരെയായിരുന്നു. വഴിമധ്യത്തിൽ അനേക സ്ഥലങ്ങളിൽ അവർക്ക് എതിരാളികളെ നേരിടേണ്ടി വന്നിരുന്നു. അതിനുശേഷം അവർ കനാൻ ദേശത്ത് പാർക്കുമ്പോൾ അവിടെയും അനേകം പേര് അവർക്ക് എതിരായിട്ട് വന്നു. അതിനുശേഷവും പിന്നെ നമ്മൾ ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ, യോശുവയുടെ കാലം കഴിഞ്ഞിട്ട് ന്യായാധിപന്മാരുടെ പുസ്തകം പഠിക്കുമ്പോൾ അവിടെ മേദ്യരും അതുപോലെ അമ്മോന്യരും അതുമാത്രമല്ല ഫിലിസ്തീനും ഒക്കെ കടന്നു വന്ന് ഇസ്രായേലിനെ ആക്രമിക്കുന്നത് കാണുവാനായിട്ട് കഴിയും. അവിടെയും ആർക്കും ഒരു തുടർമാനമായ രീതിയിൽ ഒരു അന്യജാതിക്കാർക്കും ഇസ്രായേലിൻ്റെ ശത്രുക്കൾക്ക് ആർക്കും അവിടെ വിജയം ലഭിക്കുവാനായിട്ട് കഴിഞ്ഞിരുന്നില്ല. അതിനുശേഷം ശൗൽ രാജാവായി അനേക രാജാക്കന്മാരും അവരുടെ സേനാപതികളും ഒക്കെ കടന്നുവന്ന് പിന്നെയും ആക്രമിക്കുവാനായിട്ട് വന്നു. അവർക്കും അവിടെ വിജയം നേടുവാനായിട്ട് കഴിഞ്ഞില്ല. ശൗലിന് ശേഷം ദാവീദ് രാജാവായി. രാജാവ് എല്ലാ ശത്രുക്കളെയും ദൈവനാമത്തിൽ ദൈവത്തിൻ്റെ ഇഷ്ടപ്രകാരം അവിടെ നശിപ്പിക്കുന്നത് കാണുവാൻ സാധിക്കും. അതുകൊണ്ട് അതിനുശേഷം ശലോമോൻ രാജാവായി വാഴുന്നപ്പോൾ അവിടെ യുദ്ധമൊന്നും ഇല്ലാതിരുന്നു എന്ന് നമുക്കറിയാനായിട്ട് സാധിക്കും. യെരുശലേം ദേവാലയത്തിൻ്റെ പണി നടക്കുന്നതുകൊണ്ട് ആ ദേശം ശാന്തമായിരുന്നുവെന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. അപ്പോൾ അനേകം പേർ ചെറുപ്പം മുതലേ ഇസ്രായേൽ രാജ്യം രൂപപ്പെട്ടത് മുതൽ ചെറുപ്പം മുതലേ, അതാണ് ഉദ്ദേശിക്കുന്നത്, ചെറുപ്പം മുതലേ ഇസ്രായേൽ രാജ്യം രൂപപ്പെട്ടത് മുതൽ ശത്രുക്കൾ ഇസ്രായേൽ രാജ്യത്തിനെതിരെ എതിരായി വന്നു. പക്ഷേ അവർ ഒരിക്കലും വിജയം നേടിയില്ല. ഒരു ഡെലിവറൻസ്, ഒരു വിജയം നമുക്ക് കാണുവാൻ സാധിക്കും. ദൈവത്തിൻ്റെ ജനത്തെ ആർക്കും നശിപ്പിക്കുവാനായിട്ട് കഴിയില്ല. ദൈവം തിരഞ്ഞെടുത്ത ജനത്തെ ആർക്കും നശിപ്പിക്കുവാനായിട്ട് കഴിയില്ല. എന്നാൽ എതിരാളികൾ ഒത്തിരി പേരുണ്ട്. അവർ ഏത് സമയത്തും കടന്നു വരും, എതിർക്കുവാനായിട്ട് കടന്നു വരും. അവർ യുദ്ധവും യുദ്ധമുറകളും യുദ്ധതന്ത്രങ്ങളും ഒക്കെ അവർ മെനയും. യുദ്ധത്തിനായിട്ട് അവർ നേരിട്ട് തന്നെ വരും, നേർക്ക് യുദ്ധം ചെയ്യുവാനായിട്ട് വരും. എന്നാൽ ദൈവത്തിൻ്റെ ജനത്തെ സംരക്ഷിക്കുന്നത് ദൈവമാകുന്നു. ദൈവം അവരെ വിടുവിക്കുക തന്നെ ചെയ്യുമെന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അതിനുശേഷം നമ്മൾ തുടർന്നുള്ള വാക്യങ്ങളിൽ കാണുന്നത് ഇങ്ങനെയാണ്. അവരെ എത്രത്തോളം ഉപദ്രവിച്ചു എന്നുള്ള കാര്യത്തിന് ചില ഉദാഹരണങ്ങൾ അവിടെ കാണുവാനായിട്ട്. ഉഴവുകാർ എൻ്റെ മുതുകിന്മേൽ ഉഴുതു, ഉഴവുചാലുകൾ അവർ നീളത്തിൽ കീറി. വളരെ ഭയാനകമായ രീതിയിൽ ഇസ്രായേൽ ദേശത്തെ നശിപ്പിക്കുവാനായിട്ട് ആഗ്രഹിച്ചു. ഉഴവുകാർ
ഉഴവുചാലുകൾ നീളത്തിൽ കീർന്നതുപോലെ ഇസ്രായേൽ ദേശത്തെ അവർ ഛിന്ന ഭിന്നമാക്കുവാനായിട്ട് ഇടയായി. പലപ്പോഴും അന്യജാതിക്കാരൊക്കെ വന്ന് അവരെ നശിപ്പിച്ചു, അവരെ അടിമകളാക്കി പിടിച്ചുകൊണ്ടുപോയി. അസീറിയക്കാരും ബാബിലോൺകാരും ഒക്കെ വന്ന് അവരെ നശിപ്പിക്കുവാനായിട്ട്. എന്നാലും അവർക്ക് ഒരു പുനരധിവാസം, ഒരു പുനർനിർമ്മാണം ഉണ്ടാകുവാനായിട്ട് ഇടയായി. അവർക്ക് ഒരുമിച്ച് പിന്നെയും കൂടി വരുവാനായിട്ട് ഇടയായി. അവരെ യഹോവയാണ് അവരെന്ത് ചെയ്തത്? അവിടെ 4-ാമത്തെ വാക്യത്തിൽ കാണുന്നത്, യഹോവ നീതിമാനാകുന്നു, അവിടുന്ന് ദുഷ്ടന്മാരുടെ കയറുകളെ അറുത്തു കളഞ്ഞിരിക്കുന്നു. യഹോവ നമ്മുടെ ദൈവം, നമ്മുടെ യഹോവയാകുന്ന ദൈവം നീതിമാനാകുന്നു, ദുഷ്ടന്മാരുടെ കയറുകളെ അറുത്തു കളഞ്ഞിരിക്കുന്നു. അവരെ ദൈവത്തിൻ്റെ ജനത്തെ ബന്ധിച്ചിരിക്കുന്ന കയറുകളെയെല്ലാം ദൈവം അറുത്തു കളഞ്ഞിരിക്കുന്നു. നമുക്കറിയാം, ന്യായാധിപന്മാരുടെ പുസ്തകം വായിക്കുമ്പോൾ, പഠിക്കുമ്പോൾ, അതുമാത്രമല്ല ഇസ്രായേൽ മക്കൾ മിസ്രയീം ദേശത്തു നിന്ന് മരുഭൂമി വഴിയായിട്ട് അവർ കനാൻ ദേശത്തേക്ക് വരുമ്പോൾ, അതുമാത്രമല്ല അതിനുശേഷം യോശുവയുടെ സമയത്ത് അവർ എരിഹോവിൽ കടന്നു വരുമ്പോൾ, അതുപോലെ അതുമാത്രമല്ല അതിനുശേഷം ന്യായാധിപന്മാരുടെ കാലം കഴിഞ്ഞിട്ട് ശൗല് ഇസ്രായേൽ മക്കളുടെ തലവനായി വരുമ്പോൾ, അതിനുശേഷം ദാവീദ് വരുമ്പോഴൊക്കെയും യുദ്ധം ചെയ്തിരുന്നത് യഹോവയായിരുന്നു. അതുകൊണ്ടാണ് നമുക്ക് കാണുന്ന സങ്കീർത്തനത്തിൽ പറയുന്നത്, യുദ്ധം യഹോവയ്ക്കുള്ളതാകുന്നു. ഇസ്രായേൽ മക്കൾ രാജാവും സേനാപതിമാരും സൈന്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഇസ്രായേൽ ജനത്തിനു വേണ്ടി, സ്വന്തം ജനത്തിനു വേണ്ടി യുദ്ധം ചെയ്തത് യഹോവയായ ദൈവം തന്നെ ആയിരുന്നു. അപ്പോൾ ദൈവജനത്തെ ഒരിക്കലും നശിപ്പിക്കുവാനായിട്ട് കഴിയില്ല. പ്രശ്നങ്ങളുണ്ട്, പീഡനങ്ങളുണ്ട്. അവരെ തകർക്കുവാനായിട്ട് ശത്രു വളരെയധികം കരുതലോടെ കടന്നു വരുന്നു. നാം പത്രോസിൻ്റെ ലേഖനത്തിൽ വായിക്കുന്നത് എങ്ങനെയാണ്? സാത്താൻ എങ്ങനെ വരുന്നു? അലറുന്ന സിംഹം പോലെ ആരെ വിഴുങ്ങേണ്ടുവെന്ന് വിചാരിച്ചുകൊണ്ട് അലറുന്ന സിംഹം പോലെ കടന്നു വരികയാണ്. എന്നാൽ അവരെ രക്ഷിക്കുന്ന, ദൈവത്തിൻ്റെ മക്കളെ രക്ഷിക്കുന്നത് സാക്ഷാൽ ദൈവം തന്നെയാണ്. അതുകൊണ്ട് പറയുന്നത് 5-ാമത്തെ വാക്യത്തിൽ, സിയോനെ ദ്വേഷിക്കുന്നവരൊക്കെയും ലജ്ജിച്ച് പിന്തിരിഞ്ഞു പോകട്ടെ, വളരുന്നതിന് മുമ്പേ ഉണങ്ങിപ്പോകുന്ന പുൽപ്പുറത്തെ പുല്ലുപോലെ അവർ ആകട്ടെ എന്ന് നമുക്ക് അവിടെ കാണുവാൻ സാധിക്കും. അപ്പോൾ ഇസ്രായേൽ മക്കൾ ഒരു പനിഷ്മെൻ്റ്, അവരെ ശിക്ഷിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. അവരെങ്ങനെയൊക്കെ ആയിത്തീരണമെന്നുള്ളത്, അവരെങ്ങനെയൊക്കെ ആയിത്തീരണമെന്നാണ് ഇസ്രായേൽ മക്കൾ, ദൈവത്തിൻ്റെ ജനം പറയുന്നത്. അവർ ലജ്ജിച്ച് പിന്തിരിഞ്ഞു പോകട്ടെ. പിന്നെ 6-ാമത്തെ വാക്യത്തിൽ, വളരുന്നതിന് മുമ്പേ ഉണങ്ങിപ്പോകുന്ന പൂരപ്പുറത്തെ പുല്ലുപോലെ അവർ ആകട്ടെ. അങ്ങനെ പിന്നെ നമുക്ക് പിന്നെയും കാണുവാൻ സാധിക്കുന്നുണ്ട്, കൊയ്യുന്നവർ അതുകൊണ്ട് തൻ്റെ കയ്യോ കറ്റുകെട്ടുന്നതിൻ്റെ മാർവിടമോ നിറയ്ക്കുകയില്ല. അവർ എത്ര കൊയ്ത്ത് നടത്തിയാലും, എത്ര അവർ സമ്പാദിച്ചാലും അവർക്കത് നിറയ്ക്കുവാനായിട്ട് കഴിയുകയില്ല എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. എന്നിട്ട് 8-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറഞ്ഞാണ് അവസാനിപ്പിക്കുന്നത്, യഹോവയുടെ അനുഗ്രഹം നിങ്ങളുടെ മേലുണ്ടാവട്ടെ, യഹോവയുടെ നാമത്തിൽ ഞങ്ങൾ നിങ്ങളെ അനുഗ്രഹിക്കുന്നു എന്നിങ്ങനെ വഴിയെ പോകുന്നവർ പറയുന്നതുമില്ല. വളരെ പ്രയാസകരമേറിയ ഒരു രീതി അല്ലെങ്കിൽ ഒരു അവസ്ഥയാണ് ശത്രുക്കൾക്ക് ലഭിക്കുന്നത്. ആരും അവരെ നോക്കി യഹോവയുടെ അനുഗ്രഹം നിങ്ങളുടെ മേൽ ഉണ്ടാകട്ടെ, യഹോവയുടെ നാമത്തിൽ ഞങ്ങൾ നിങ്ങളെ അനുഗ്രഹിക്കുന്നു എന്നിങ്ങനെ വഴിയെ പോകുന്നവർ പോലും പറയുന്നതുമില്ല. അത്രത്തോളം വളരെ നിരാശാജനകമായ, ലജ്ജിച്ച് താഴ്ന്നു പോകുന്ന ഒരവസ്ഥയിലേക്ക് ശത്രുക്കൾമാരും, ഏത് ശത്രുക്കൾ? ദൈവജനത്തെ പീഡിപ്പിക്കുന്ന, ദൈവജനത്തെ ഉപദ്രവിക്കുന്ന ശത്രുക്കൾ ആ രീതിയിൽ ആയിത്തീരുമെന്ന് ദൈവത്തിൻ്റെ വചനം പറയുന്നു. പ്രിയപ്പെട്ടവരെ, നാം ദൈവത്തിൻ്റെ ജനമാണ്. നാം കർത്താവായ യേശുക്രിസ്തുവിനാൽ വീണ്ടെടുക്കപ്പെട്ട ദൈവത്തിൻ്റെ സ്വന്തം ജനമാണ്. ഈ കൃപായുഗത്തിൽ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർ താൻ പാപിയാണെന്ന് ഏറ്റുപറഞ്ഞ്, തൻ്റെ പാപങ്ങളെ കർത്താവിൻ്റെ സന്നിധിയിൽ ഏറ്റുപറഞ്ഞ്, കർത്താവായ യേശുക്രിസ്തു എൻ്റെ പാപത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടി കാൽവറി ക്രൂശിൽ മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റെന്ന് പറയുന്ന ഏതൊരു വ്യക്തിയും കർത്താവായ യേശുക്രിസ്തു മുഖാന്തരമുള്ള രക്ഷ കരസ്ഥമാക്കിയിരിക്കുന്നു. അപ്പോൾ അങ്ങനെ കരസ്ഥമാക്കുമ്പോൾ അവർ ദൈവത്തിൻ്റെ മക്കളായിത്തീരുന്നു. അങ്ങനെ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളായിത്തീരുവാൻ അധികാരം നൽകിയിരിക്കുന്ന സാക്ഷാൽ ദൈവം, ആ ദൈവം തൻ്റെ ജനങ്ങളെ ചേർത്തുകൊള്ളും. ആ ദൈവം തൻ്റെ ജനങ്ങളെ സംരക്ഷിക്കും.
ആ ദൈവം തൻ്റെ മക്കളെ ഒരു കോഴിക്കുഞ്ഞിനെ കോഴി തൻ്റെ ചിറകിനടിയിൽ സംരക്ഷിക്കുന്നത് പോലെ കർത്താവായ ദൈവം നമ്മെ ഓരോരുത്തരെയും സംരക്ഷിക്കും. അതുകൊണ്ട് ഭയപ്പെടേണ്ട ആവശ്യമില്ല, ഭ്രമിച്ചു പോകേണ്ട ആവശ്യമില്ല. അതുകൊണ്ടാണ് തുടക്കത്തിൽ പറഞ്ഞ് ഇസ്രായേൽ ഇപ്പോൾ ഇങ്ങനെ പറയട്ടെ, അവരെൻ്റെ ചെറുപ്പം മുതൽ പലവട്ടം എന്നെ ഉപദ്രവിച്ചു, എങ്കിലും അവർ എനിക്കെതിരെ വിജയം നേടിയില്ല. ദൈവമക്കളെ നശിപ്പിക്കുവാനോ ദൈവമക്കളെ കൊന്നെടുക്കുവാനോ അനേകം പേര് ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ഒരിക്കലും അവർ വിജയം നേടുകയില്ല, അവർക്ക് വിജയം കൈവരിക്കുവാനായിട്ട് കഴിയുകയില്ല. കാരണം നമ്മുടെ നേതാവ് നമുക്ക് വേണ്ടി ജീവൻ അർപ്പിച്ച് മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ കർത്താവായ യേശു ക്രിസ്തു. നമ്മൾ സാക്ഷാൽ ദൈവത്തിൻ്റെ മക്കൾ. അതുകൊണ്ട് നമുക്ക് പേടിക്കേണ്ട ആവശ്യമില്ല. നമ്മോടുകൂടെ ഉള്ളത് ആരാണ്? ദൈവമാണ്. ഈ ലോകത്തെ സൃഷ്ടിച്ച, ഈ ഭൂമണ്ഡലത്തെ സൃഷ്ടിച്ച ദൈവമാണ് നമ്മോടുകൂടെ ഉള്ളത്. അതുകൊണ്ട് ഇസ്രായേൽ മക്കളോട് ലേഖനകർത്താവ് പറയുന്നു, ഇസ്രായേൽ മക്കൾ ഇപ്പോൾ ഇങ്ങനെ പറയട്ടെ, എൻ്റെ ചെറുപ്പം മുതൽ പല ആവർത്തി ശത്രുക്കൾ എന്നെ ഉപദ്രവിച്ചു, എന്നാൽ അവർക്ക് ഒരിക്കലും വിജയം കൈവരിക്കുവാൻ കഴിഞ്ഞിട്ടില്ല. വിജയം എപ്പോഴും ദൈവത്തിൻ്റെ ജനമായ ഇസ്രായേൽ മക്കൾക്കാണ്. അതുകൊണ്ട് ഈ നാളുകളിൽ വിജയം എപ്പോഴും നമുക്കാണ്. നമുക്ക് ദൈവത്തിൻ്റെ സന്നിധിയിൽ താണിരിക്കാം, നമ്മുടെ കുറവുകളൊക്കെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കാം, ദൈവത്തോട് പ്രാർത്ഥിക്കാം, ദൈവീയ കൽപ്പനകളെ അനുസരിച്ച് മുന്നോട്ട് പോകാം. അതിന് ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കുമാറാകട്ടെ. ആമേൻ.